ഞാൻ അജിത് വള്ളാങ്കല്ലൂർ. എല്ലാ കൂട്ടുകാർക്കും ഗയാൽ മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മമ്മൂട്ടിയുടെ തമിഴ് ചിത്രം പേരമ്പിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു യൂട്യൂബിലെ തന്നെ ആദ്യത്തെ മലയാളം റിവ്യൂ ആണെന്ന് തോന്നുന്നു പേരമ്പിനെ കുറിച്ചുള്ളത്. അപ്പം ഇതുപോലുള്ള റിവ്യൂസ് പെട്ടെന്ന് കിട്ടാനും ചൂടൻ റിവ്യൂസ് മലയാളത്തിൻ്റെ ആയാലും തമിഴിൻ്റെ ആയാലും റിവ്യൂസ് എല്ലാം പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. തമിഴിലെ പ്രശസ്ത സംവിധായകനായ റാമിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, സാധന, അഞ്ജലി, സമുദ്രകനി, അഞ്ജലി അമീർ തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ സിനിമയാണ് പേരമ്പ്. ഇന്ത്യക്കകത്തും പുറത്തും ഒട്ടേറെ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ശേഷമാണ് പേരമ്പ് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വാർത്തകളിലായാലും അല്ലെങ്കിൽ ടീസറായാലും ട്രെയിലറായാലും ഒരുപാട് പ്രതീക്ഷയാണ് നമുക്ക് നൽകിയത്. അപ്പോൾ പേരമ്പ് എന്ന സിനിമയുടെ ഒരു വൺ ലൈൻ എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അമുതവൻ എന്ന കേന്ദ്ര കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്നു. പുള്ളി ഒരു കഥ എഴുതുകയാണ്. ആ കഥയുടെ അധ്യായങ്ങളിലൂടെയാണ് പേരമ്പ് കഥ പറഞ്ഞു പോകുന്നത്. അത് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നമ്മളോടായി, ഈ കഥ വായിച്ച് തീരുമ്പോൾ എത്ര മനോഹരമായ ജീവിതമാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ കരുതും നമ്മുടെ ജീവിതം എന്ത് മനോഹരം, എന്ത് അനുഗ്രഹിക്കുന്നു. ഞാൻ കരുതുന്ന എൻ്റെ ജീവിതമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജീവിതം, ബാക്കിയുള്ളവർ എന്തെല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നു, നമ്മളെ മാത്രം ബുദ്ധിമുട്ട് ജീവിക്കുന്നു. എല്ലാവരും ഒരു രീതി അങ്ങനെയാണ്. നമുക്ക് എങ്ങനെയാണ് മനോഹരമായിട്ടുള്ള ജീവിതം അല്ലേ. ജോലി ചെയ്യുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, അവിടെയുള്ള പ്രശ്നങ്ങൾ എന്നും പ്രശ്നങ്ങളാണ് നമുക്ക്. പെട്രോളിൻ്റെ വില വർധനവ്, ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ സ്വർണത്തിൻ്റെ വില വർധനവ്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ചോദിക്കുന്നവർ എല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ളവരെന്നുണ്ടെങ്കിൽ ഒട്ടും അടിക്കാതെ പേരമ്പ് കാണാൻ തിയേറ്ററിലേക്ക് പോവുക. നമുക്ക് നമ്മുടെ ജീവിതം എത്ര മനോഹരമാണെന്ന് സിനിമ കാണിച്ചു തരുന്നുണ്ട്. സമൂഹത്തിൽ എത്രയധികം എന്താ പറയുക, ശ്രദ്ധിക്കപ്പെടാതെ നമ്മുടെ കണ്ണിൽ പെട്ടിട്ട് പോലും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒട്ടേറെ ജീവനുകളുണ്ട്. ആ ജീവനുകളെ പലതിനെയും അഡ്രസ്സ് ചെയ്യാൻ സിനിമ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. സിനിമയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പോയാൽ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കുന്നതുകൊണ്ട് വലിയ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. സിനിമയുടെ മുഖ്യ പ്രകടനങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. അമുതവൻ എന്ന കഥാപാത്രമായി നമ്മുടെ മമ്മൂക്ക. നമുക്ക് അഹങ്കാരമാണോ അഭിമാനമാണോ എന്ന് പറയില്ല. ഞാനിവിടെ തമിഴ് സുഹൃത്തുക്കളോടൊപ്പമാണ് സിനിമ കാണുന്നത്. അഹങ്കാരത്തോടൊപ്പം അഭിമാനമാണ്. ഞങ്ങളുടെ ആക്ടറാണ്, ഞങ്ങളുടെ ഇക്കയാണ് ഈ അഭിനയിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, അത് ഒരു വേറെ ലെവലാണ്. 100ൽ 100 കൊടുത്തിരിക്കുകയാണ് പുള്ളി. എന്തൊരു സ്ഥലത്ത് വേണം അത് കറക്റ്റായിട്ട്, ഒരു തുണ്ട് അങ്ങോട്ടോ ഒരു തുണ്ട് ഇങ്ങോട്ടോ ഇല്ല, കറക്റ്റായിട്ട് അഭിനയിച്ച് വെച്ചിട്ട് പോയിക്കാണ്. നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്, പല സ്ഥലത്തും കരയിപ്പിക്കുകയാണ്, നമ്മുടെ നെഞ്ചിനെ വേദനിപ്പിക്കുകയാണ് നമുക്ക്. അസാധ്യ പ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകളായിട്ട് വരുന്ന, ഫിസിക്കലി ആൻഡ് മെൻ്റലി ചലഞ്ചഡ് ആയിട്ട് വരുന്ന പാപ്പ എന്ന കഥാപാത്രം, സാധന അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം വളരെ മികച്ചതായി ആ കുട്ടി അത് ചെയ്തിട്ടുണ്ട്. കാരണം അത് പറയാൻ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, ഒരു ഫിസിക്കലി ആൻഡ് മെൻ്റലി ചലഞ്ചഡ് ആണ് കുട്ടി. കൈയും കാലും ആയൊക്കെ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തെറ്റിയെങ്കിൽ ഒരു കോമാളിത്തരായി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒരു സ്ഥലത്ത് പോലെ നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്ത് ഈ സിനിമയിൽ അഭിനയിപ്പിച്ച പോലെയാണ് ആ കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയുള്ള അംഗീകാരങ്ങൾ കുട്ടിയെ തേടിയെത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നീട് സിനിമയിൽ വരുന്ന മറ്റു കഥാപാത്രം അഞ്ജലി ആയാലും സമുദ്രകനി ആയാലും അവരുടെ റോളുകളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്കകത്ത് എടുത്തു പറയേണ്ടത് യുവന്റെ സംഗീതമാണ്. എനിക്ക് തോന്നുന്നു പശ്ചാത്തല സംഗീതത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഗിത്താറും പിയാനോയും മാത്രമാണ് തോന്നുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണെന്ന് പറയും. നമുക്ക് സിനിമയുടെ ഒരു ഫീൽ മൊത്തത്തിൽ, ഒരു കൊടൈക്കനാലിൻ്റെ ഒരു ഭംഗിയും അവരുടെ ഒരു കുളിരും നമുക്ക് തരാനായിട്ട് യുവന്റെ സംഗീതത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേനീശ്വറിൻ്റെ ക്യാമറ, കൊടൈക്കനാൽ പോയിട്ടില്ലാത്തവരെന്നുണ്ടെങ്കിൽ കൊടൈക്കനാലിലൊക്കെ ഭൂരിഭാഗം ഭാഗങ്ങളും ഈ സിനിമയിലൂടെ നമുക്ക് മനോഹരമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. തേനീശ്വർ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിലാക്കാൻ റാം എന്ന സംവിധായകന് വളരെ മനോഹരമായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മുൻകാല ചിത്രങ്ങളെ പോലെ തന്നെ കെട്ടത് തമിഴായാലും തങ്കമീനുകളായാലും തരമനയായാലും 3 അസാധ്യ സിനിമകളായിരുന്നു. അതിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് പേരമ്പ്. സംവിധായകൻ റാമിന് നമ്മളൊരു സല്യൂട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പേരമ്പിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഒരു സാധാ പ്രേക്ഷകന്റെ രീതിയിൽ പേരമ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, തിരക്കിട്ടോടുന്ന നമ്മുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തിനൊപ്പം നീങ്ങുന്ന ഒരു സിനിമയല്ല പേരമ്പ്.
അല്പസമയം കൊടുത്ത് മനസ്സിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കാണേണ്ട ഒരു സിനിമയാണ് പേരമ്പ്. സ്ലോ ആയിട്ടാണ് സിനിമ നീങ്ങുന്നത്, ഒരു സ്ലോ സ്പേസിലാണ് സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക്, ഒരു സിനിമയാകുമ്പോൾ പാട്ടാണ് വേണം, ഡാൻസ് വേണം, ഫൈറ്റ് വേണമെന്ന് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ചെറിയൊരു നിരാശ ചിലപ്പോൾ സിനിമ നൽകിയേക്കാം. നല്ലൊരു സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക്, മനസ്സിലല്പം നന്മയൊക്കെ സൂക്ഷിക്കുന്നവർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. വളരെ മികച്ചൊരു സിനിമയാണ്, കണ്ടിരിക്കേണ്ട സിനിമയാണ്, തിയേറ്ററുകളിൽ നിന്ന് കാണേണ്ട സിനിമയാണ് പേരമ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് പേരമ്പിനെ കുറിച്ചുള്ള നമ്മുടെ വിശേഷങ്ങൾ. ഇനി അടുത്തത് നമ്മുടെ അള്ളരാമേന്ദ്രനാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ അള്ളരാമേന്ദ്രനായിട്ട് എത്തും. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വരും വരെ.